ഈ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിച്ച ദൈവത്തിൻ്റെ കരങ്ങളാണ് എനിക്കൊപ്പം നിൽക്കുന്ന ഈ മദ്രസ അധ്യാപകൻ. കോഴിക്കോട് വെങ്ങാലി പള്ളിയിലെ അധ്യാപകനാണ്. പേര് മുജീബ് സുഹരി. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. പള്ളിയോട് ചേർന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഈ രണ്ട് കുട്ടികൾ അകപ്പെട്ടു പോയി. ഇദ്ദേഹമാണ് രക്ഷിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുക. എന്താ സംഭവിച്ചതെന്ന്? വൈകുന്നേരം മദ്രസ വിട്ടു. അങ്ങനെ അവർ മദ്രസ വിട്ട് പോയി. ഞാൻ പള്ളിയിലേക്ക് കയറി. സാധാരണ ചെയ്യാറ് പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തസ്ബീഹ് ചൊല്ലലാണ് വുളു ചെയ്തതിന് ശേഷം. അന്ന് ഞാൻ അത് ചെയ്യാതെ ഞാൻ അവിടെ നിന്നിട്ട് വുളു ചെയ്യായിരുന്നു. ആ സമയത്താണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അത് ഇവർ ഇറങ്ങാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരിറങ്ങിയപ്പോൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു 5 മിനിറ്റ് പറഞ്ഞ് ഇറങ്ങിയതാണ് അവർ. ആ സമയത്ത് സൗണ്ട് കേട്ടു. ഞാനത് മൈൻഡാക്കിയില്ല. രണ്ടാമത് സൗണ്ട് കേൾക്കാതെ ഇവൻ്റെ സൗണ്ട് മാത്രം, ഒരാളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് കെട്ടി ഞാൻ വന്ന് നോക്കി. അവിടെ നിന്ന് പാളി നോക്കിയതാണ്. ഇപ്പോഴാണ് ഈ സംഭവം 2 കൈ മാത്രം ഇങ്ങനെ കാണുന്ന രംഗം. അപ്പോൾ ഞാൻ ഈ കന്തൂറ ഊരിയിട്ട് പെട്ടെന്ന് ഓടി ഒരാളെ രക്ഷപ്പെടുത്തി, രണ്ടാമത്തെ ആളെ രക്ഷപ്പെടുത്തി. അങ്ങനെ ചെയ്തു. അപ്പോൾ ഇവൻ്റെ വിളിയാണ് എടാ ഓനെ പിടിക്കുന്നുള്ള, അതാണ് കാണുന്നത്. പിന്നെ 2 കൈയും കയറി ഇവനെ കയറ്റിൻ്റെ ശേഷം പിന്നെ ഇവിടെ കയറ്റി മറ്റവനെ പിടിച്ചവനെ കയറ്റുമ്പോൾ ഉടനെ അവൻ പറഞ്ഞത് ഉസ്താദ് ആ സമയത്ത് എവിടെ നിന്ന് എത്തിയത്, ഇല്ലെങ്കിൽ മരിച്ചു പോകായിരുന്നു എന്നുള്ള ആ പറച്ചിലായിട്ട് വല്ലാതെ സ്റ്റോക്കായി പോയി പറഞ്ഞപ്പോൾ. അതിന് മനസ്സിൽ ഇപ്പോഴും മാഞ്ഞിട്ടിലടിക്കുക എന്നാണ്. വലിയ ആഴമുള്ള കുളമാണോ? അല്ല, ഒരു 3-4 നാളുള്ളതുണ്ടാവും. ഇവിടുത്തെ കിണറിൻ്റെയും ഇതിൻ്റെ വരെ ആയം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവരോട് ഇവിടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേൾക്കാതെ പോയി ഇറങ്ങിയതാണോ മക്കളെ? തയ്യാറെടുപ്പൊന്നും ഇല്ലേനു, കുളിക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ വന്നത്. ഒന്ന് കാലിട്ടൊന്ന് ജസ്റ്റ് മേത്ത് വെള്ളാക്കാനുള്ളേനു. അപ്പോൾ പിന്നെ നമ്മൾ കുളിച്ച് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ വീണതാണ്. നീന്തൽ അറിയാവോ? നീന്തൽ അങ്ങനെ അറിയില്ല. നിനക്കറിയോ? ഇല്ല. 2 പേർക്ക് അറിഞ്ഞൂടാ? ഇല്ല. വലിയ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. നിനക്ക് നീന്തൽ അറിയോ? അറിയില്ല. ഞാൻ പിന്നെ വരെ വിളിച്ചപ്പോൾ പോയതാണ്. ആരാ ഇതിനകത്ത് ഇറങ്ങാന്ന് പറഞ്ഞാരാ? നമ്മൾ പിന്നെ വന്നപ്പോൾ ഒരു പൂതി ഒന്ന് ഇറങ്ങണമെന്ന്. ആർക്കാ പൂതി വന്നാ ഇറങ്ങാൻ? ഞാൻ പറഞ്ഞൊന്ന് ഇറങ്ങാന്ന്. പറഞ്ഞപ്പോൾ വല്ല ഉങ്ങിപ്പോയത്. ഞാൻ അവസാനം വിളിക്കുമ്പോൾ വന്ന് അതാണ്. ഉസ്താദില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളില്ലാതിരിക്കാൻ ഉസ്താദിനോണ്ട്. പിന്നെ 2 പേരും ഒരു ഒഴുക്ക് വന്നപ്പോൾ ഓൻ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും പോയി. ഞാൻ നടുവിലെത്തി. ഓന് കുറച്ച് സൈഡിലേക്കാണെങ്കിലും വെള്ളത്തിൽ തന്നെയായിരുന്നു. ഉസ്താദ് കറക്റ്റ് ടൈമിന് വന്നതും കൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ ഇവനെ ഒച്ച ഉണ്ടാക്കിയത് വേറൊരു ഇത് ആയുസ് നീട്ടി തന്നു. തെന്നിപ്പോയതാ? കാല് തെന്നിപ്പോയതാണ്? എന്താ പറ്റിയേ? അത് ഇവന് അപ്പുറത്തേക്ക് പോയിനു. ഏറ്റവും അടുത്ത് ഇതാ ഇവനെ നടുവിലെത്തി. ഞാൻ പോകുമ്പോൾ കാല് സ്ലിപ്പായി ഇങ്ങോട്ട് പോകണം. അപ്പോൾ അവൻ കയ്യെന്നു. അപ്പോൾ കയ്യെന്നപ്പോൾ ഞാൻ പിടിച്ചപ്പോൾ ഓനും കൂടി ഇങ്ങ് പോകുന്നു. അപ്പോൾ 2 ആൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുങ്ങിയതായി. നിങ്ങൾ ഈ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആദ്യമായിട്ട് തന്നെ ഇറങ്ങിയ. ഇനി ഇറങ്ങുമോ? നീന്തൽ പഠിച്ചിട്ട് ഇറങ്ങാം. ഇനി ഇറങ്ങാൻ പാടില്ല. നീന്തൽ പഠിച്ച ശേഷം മാത്രം ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ. എൻ്റെ അഭിപ്രായം നീന്തൽ പഠിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനുള്ളതായ ഇതിൻ്റെ പിന്നെ സെറ്റപ്പോട് കൂടി വന്നിട്ട് പഠിപ്പിക്കണം. ഞാൻ തന്നെ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളൊക്കെ ഈ കുളത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്? ഉസ്താദ് തന്നെ ഇവരെ നീന്തൽ പഠിപ്പിക്കണം. ഇനി പഠിപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ പഠിപ്പിക്കാൻ റെഡിയാണോ? പഠിക്കാൻ തയ്യാറാ. എല്ലാ സെറ്റപ്പിലും വരാം. ഈ കുളത്തിൽ തന്നെ നീന്തൽ പഠിക്കണം. അപ്പം ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലമാണ്. പ്രത്യേകിച്ച് നീന്തൽ അറിയാത്ത ആളുകൾ ഇതേപോലുള്ള കുളത്തിലോ പുഴയിലോ ഒന്നും തന്നെ ഇറങ്ങാൻ പാടില്ല. ഏതായാലും ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. മക്കളേതായാലും ഭയന്നു പോയിരുന്നു. 8-ലും 9-ലും പഠിക്കുന്നത്. നിങ്ങൾ 8-ലും 9-ലും പഠിക്കുന്ന മക്കളാണ്. ഏതായാലും അവരെ രക്ഷിക്കാൻ ഉസ്താദിന് സാധിച്ചു. എല്ലാവിധ അഭിനന്ദനങ്ങളും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. ഇനി റിപ്പോർട്ടർ.